Hello guys. Welcome back. അപ്പോൾ നെക്സ്റ്റ് ഡേ വെൽക്കം ടു ഡേ 2 ഇൻ ലക്ഷ്മി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താ ചക്രു? ഇന്ന് നമ്മൾ കടലിൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മളൊരു പെയർ ഡ്രസ്സൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഐലൻഡ് തിന്നക്കര എന്ന് പറയുന്ന ഐലൻഡാണ്. നമ്മൾ 3 ഐലൻഡാണ് കവർ ചെയ്യുന്നത്, ഇന്നലെ പറഞ്ഞല്ലോ. അഗട്ടി, തിന്നക്കര, കൽപ്പിറ്റി. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തിന്നക്കര ഐലൻഡാണ്. അത് നമുക്ക് ഇവിടുന്ന് അഗട്ടിന്ന് ഒരു മണിക്കൂർ ബോട്ടിൽ പോകാനുണ്ട്. അപ്പൊ നമുക്ക് 9:30 ബോട്ട് വരും. മണിപ്പോ 8:15 നമ്മളിനി ഭക്ഷണം കഴിക്കണം. ഇവിടുന്ന് ജെട്ടിയിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബോട്ട് വരും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളത് ബോട്ടില്. ലഞ്ച് ഇതിവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടാ. എന്താണ് പീരപ്പത്തിരി എന്നാണ് പറഞ്ഞത്. പീര ഉള്ളതുകൊണ്ട്, തേങ്ങാപ്പീര ഉള്ളതുകൊണ്ടായിരിക്കും. പീരപ്പത്തിരിയും മീൻകറിയും ഓഫ് കോഴ്സ്. മീനച്ചാറും ഉണ്ട്. ഇവിടുത്തെ അച്ചാറുകൾക്കൊക്കെ ഒരു മധുരമാണല്ലേ. ഇതാണ് മീനച്ചാർ. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ജെട്ടി. നമുക്ക് ചേട്ടൻ കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടു തന്നു, വെള്ളവും സ്നാക്സും ഒക്കെ കൊണ്ടു തന്നു. നമ്മൾ ഇനി കുറെ നേരം ബോട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഇഷ്ടംപോലെ ആടും കോഴിയും ഒക്കെ. രാവിലെ എണീറ്റിട്ട് ആടും കോഴിയും മാത്രമേ ഉള്ളൂ. കരച്ചില് വരണെങ്കില് പറയുമ്പോ അടുത്ത് ഡെമോ കാണിച്ചു തന്നു. ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. കൊറേ കടകളൊന്നുമില്ല, കുറച്ച് കടകളൊക്കെ. കടകളുണ്ട്, സ്വീറ്റ്സിന്റെ. അങ്ങനെ കുറച്ച് കടകളാണ്. പെയിന്റ് കട കൊള്ളാല്ലേ. കാരണം ഇവിടേക്ക് എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എത്തിക്കാൻ കുറച്ച് പാടല്ലേ. കേരളത്തിൽ നിന്നാണ് മിക്കതും വരുന്നത് ഷിപ്പിലും. അപ്പൊ അവര് പറയുന്നുണ്ട് വെജിറ്റബിൾസ് കൊണ്ടുവരുന്നത് തന്നെ ഷിപ്പിലാണ്. അപ്പൊ അത് എപ്പോ ആൾക്കാരെ കൊണ്ടുവരില്ല, ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ഉള്ളൂ. അപ്പൊ വെജിറ്റബിൾസ് ഏതൊക്കെ വെജിറ്റബിൾസ് കിട്ടും അതിനനുസരിച്ചേ ഉള്ളൂ. ആ കാണുന്നത് പൊളിക്കാണ്. അത് മ്യൂസിയാണ്. ഇവിടെ പല യൂട്യൂബേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ മ്യൂസിയം. ഇവിടുത്തെ സാധനങ്ങള്, മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സ്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ മ്യൂസിയം പൊളിക്കാണ്, റെനോവേറ്റ് ചെയ്യാനാണെന്ന് പറയുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ അതിനകത്തിരുന്ന സാധനങ്ങളൊക്കെ ഒരു ഗോഡൌണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ ബിൽഡിംഗ് അവര് ആക്കിയതിനു ശേഷം റെനോവേറ്റ് ചെയ്ത് ഇനാഗുറേറ്റ് ചെയ്യാം എന്നുള്ള പദ്ധതിയിലാണ് അവരുള്ളത്. നമ്മൾ ജെട്ടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അവിടേക്ക് വിളിച്ചു നമ്മൾ നടക്കുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഒരുമിച്ച് ഇത്ര ആൾക്കാരെ എത്ര ബോട്ടിൽ അങ്ങനെ കേട്ടുള്ളൂ. രണ്ടുപേർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബോട്ട് പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് ആൾക്കാർ വരണം. പിന്നെ നമ്മളെ കൊണ്ടുപോകാൻ നിൽക്കൊക്കെ തന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് സെറ്റ് ആക്കാൻ. അപ്പൊ അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ച് വരണം. മീൻസ് അത്രയും വലിയ മറ്റൊരു ഐലൻഡിലേക്ക് പോവല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോലീസും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. അതായത് കൂടി സ്റ്റെപ്പിലൊക്കെ ഇറങ്ങി. ചക്ര എന്നെ കൂടെ പിടിക്കണേടാ. എല്ലാം ഇറങ്ങി പിടിച്ചോ. ഇറങ്ങി കയറി ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ കോപ്പിറൈറ്റ് അടിക്കും. അങ്ങനെയാണ് നമ്മൾ വീട്ടിലെടുത്തിട്ട് വോയിസ് ഓവർ ഞങ്ങൾ ഇതിന്റെ മുകളിൽ കയറിയിരുന്നു. അവന് ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്നുണ്ട്. ചക്രു നടുക്കടലിൽ നിന്ന് കട്ടൻ ചായ കടല്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. എത്താറായിട്ടുണ്ട്.
ഈ ഒറ്റ ബോട്ട് റൈഡ് ശരിക്കും വെർത്തായ പോലെ ഉണ്ട്. സത്യം അവിടെ 2 ഐലൻഡ് കണ്ടോ അല്ലേ? 2 എണ്ണം വെർത്തായല്ലേ വന്നത്. ചായ കുടിച്ച് അപ്പൊ നമ്മള് ഐലൻഡിലേക്ക് എത്താറായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറി, ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുന്നു. വെള്ളത്തിലിറങ്ങാൻ മടിയുള്ള ആള് വരുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം. ചക്ര വേഗം വാങ്ങിക്കോ. അയ്യോ അടിപൊളി. പൊളി പൊളി. നമ്മൾ എത്തിയിട്ടുണ്ട് തിന്നക്കര ഐലൻഡ്. തിന്നക്കര ഐലാൻഡ് നമ്മൾ വന്ന ബോട്ട്. പിന്നെ നമ്മൾ അയ്യോ ഇത് മറ്റേ സാധനല്ലേ പ്രീമിയം കോട്ടേജ് സെറ്റപ്പ് ഉണ്ട്. ആ ചേട്ടൻ പറഞ്ഞു വെള്ളത്തിൽ മുക്കിന്ന് ഉപ്പ് വെള്ളം കുടിപ്പിക്കുന്ന കാരണമൊക്കെ നമ്മളെ. നോക്കട്ടെ കേട്ടോ ഒന്ന് ജസ്റ്റ്. എന്റെ പാൻറ്റൊക്കെ നനഞ്ഞു കണ്ടോ, എന്റെ പാൻറ്റൊക്കെ നനഞ്ഞു. ചക്രു പാൻറ്റൊക്കെ കയറ്റി വെച്ചിരുന്നൊക്കെ. എനിക്കറിയാം വെള്ളത്തിൽ ഇറങ്ങി. എടാ പാൻറ് എന്തായാലും നനയും. പിന്നെന്താ അയ്യോ നമ്മൾ പിന്നെ വരുമ്പില്ല വലിയൊരു ആമേനെ കണ്ടു അല്ലേ? ആമ അങ്ങനെ പോണത് അത്യാവശ്യം വലുപ്പുണ്ട് അത്. പിന്നെ ഇതൊക്കെയുള്ള കൂടുതൽ സ്ഥലം ഉണ്ടാവും. നമ്മൾ പോകുന്നുണ്ട് മറ്റേ ടർട്ടിലിന്റെ. നമ്മള് നാളെ ഗ്ലാസ് വാട്ടർ റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ പിന്നെ എന്താണ് ഡോൾഫിനെ കാണാൻ പറ്റി. പിന്നെ മെയിൻ സാധനം നമ്മള് പറഞ്ഞിട്ടില്ല, എന്താ നമ്മൾ നാളെ സ്കൂബ ചെയ്യുന്നു. ഇന്ന് സ്നോർക്കലിംഗ്. അത് അധികം ആഴത്തേക്ക് പോവില്ല, അതാണ് സ്നോർക്കലിംഗ്. എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ ചെറിയ ടെൻഷൻസും കാര്യങ്ങളും. പിന്നെ മറ്റേ സ്നോർക്കലിംഗ് ഇന്നത്തെ ചിലപ്പോ വെള്ളത്തിനടി പോണ വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക്, കാരണം മൊബൈൽ ഉള്ളതുകൊണ്ട് വെള്ളത്തിനടിക്ക്. പിന്നെ അവരെങ്ങനെ അവരെല്ലാം എടുത്ത് തന്നാൽ നമുക്ക് ഇടാം. കാണാനുണ്ടോ ഗൈസ്? ആ ചേച്ചി അവിടെ സ്നോർക്കലിംഗ് പഠിപ്പിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചു നേരം നമ്മൾ വെള്ളത്തിലെടുത്ത് നിർന്ന് അതിന്റെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇച്ചിരി അങ്ങോട്ട് പോകത്തുള്ളൂ. ആദ്യമേ ഞങ്ങൾ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചെയ്യുന്നുണ്ട്. ചെപ്പർ ചെയ്യുന്നുണ്ടോ? ചെയ്യും. നമ്മൾ പിന്നെ ഇതൊക്കെ ചെയ്യാനല്ലേ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നല്ല അങ്ങനെ നമ്മൾ നോക്കട്ടെ. നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ശ്വാസം കിട്ടാതെ മറ്റേ കോയിലാണ് തരുന്നത്. അതൊക്കെ തന്നെ നമ്മൾ ആദ്യം വെള്ളത്തേക്ക് പൊങ്ങി കിടക്കാൻ പഠിപ്പിക്കും. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യും. നല്ല കളറില്ലേ മണ്ണ്? നോക്ക് വെള്ളം വന്നടിക്കുന്നവർക്ക്. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരണണ്ടാ. ശരിക്കും നാട് തിരുവനന്തപുരമാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. നാട്ടിലെവിടെയാ ഗായ്സ്? ട്രിവാൻഡ്രത്ത് വന്ന് കടലിൽ നിൽക്കുന്ന 2 പിള്ളേരെ കണ്ടാ? അങ്ങനെ നമ്മൾ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പോവാണ്. തലയൊക്കെ തോർത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. എന്റെ വല്ലാണ്ട് തല നന്നില്ല. മുങ്ങിയില്ല നമ്മൾ അധികം. നമ്മൾ ആക്ച്വലി സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നീ ഫുഡ് കഴിക്കണം. കഴിച്ചിട്ടല്ലേ പറഞ്ഞേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്നോർക്കലിംഗ് പോകും. പിന്നെന്താ ഭക്ഷണം കഴിക്കാൻ പോകും. ഇതെന്താ? ഇവിടുത്തെ ഒരു ഫുഡാണ്. ഫിഷ് ഒക്കെ കിട്ടുന്ന ബിരിയാണി പോലെ. സാധാ ചോറാ, അരി സാധാ അരി. പിന്നെ കുക്കുമ്പർ സാലഡ്, പിന്നെന്തൊരു മറ്റേ ഒനിയൻ സാലഡ്. പേര് നമ്മൾ ചോദിച്ചിട്ട് രാത്രി പറഞ്ഞു. പേരറിഞ്ഞൂടാ. കഴിക്കട്ടെ. ഫുഡ് നമ്മൾ കഴിച്ചതിന്റെ പേര് കിട്ടി. നമ്മൾ കഴിച്ചതിന്റെ പേരാണ് ഇട്ട് ബന്ത്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ആണെന്ന് പറഞ്ഞു. ലോക്കൽ ഫുഡ് ഒരു എന്താ പറയാ മീനിട്ടുള്ള ഒരു ബിരിയാണി പോലെ. അവര് മീനിട്ടും ഉണ്ടാക്കും, ചിക്കൻ ഇട്ടും ഉണ്ടാക്കും, ഇത് മീനാണ്. ഇത് നമ്മൾ കഴിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം ചൂര എന്നാ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ നമ്മൾ ഒരു ലോക്കൽ ഫുഡ് ടേസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മൾ ലോക്കൽ ഫുഡ് ടേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മള് നടക്കാറിറങ്ങി ചുമ്മാ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ കുറച്ചേരം റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. നടക്കിറങ്ങിയപ്പോ കണ്ടോ, ഇത് നമ്മൾ വരുമ്പോ കണ്ടതല്ലേ. ഇതിന്റെ പേരെന്താ പറഞ്ഞു? അപ്പൊ ഈ പ്രീമിയം കോട്ടേജ് റൂം സെറ്റപ്പുകളിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. ഇതുപോലെ തന്നെ ബംഗാരം ഐലൻഡിലുണ്ട്. നമ്മൾ നേരത്തെ വർണ്ണ വഴി കണ്ടായിരുന്നു. അതിന്
പെർ ഡേ ഒക്കെ 35,000 രൂപയ്ക്കാണ് റെന്റ് വരുന്നത്. അപ്പോ കുറച്ച് ലക്ഷറി എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര പ്രീമിയം ലക്ഷറിയസ് സെറ്റപ്പ് ആയിട്ടാണ് വരുന്നത്. ഹലോ ഗൈസ്, നമ്മള് സാൻഡ് ബാങ്കിൽ വന്നു. സ്കൂബ കഴിഞ്ഞു. അല്ല സ്കൂബല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. സ്കൂബല്ലേ, സ്നോർക്കലിംഗ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആണ് കേട്ടോ. എന്റെ പേഴ്സണലി നീന്തൽ അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ഭയങ്കര പ്രൊഫഷണലി അറിയില്ല, പക്ഷെ ഞാൻ നീന്തും. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമോ, കുറെ നേരം ഫ്ലോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങാനും ആ ഡൗട്ട് കാരണം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര ലൈഫിലെ ഏറ്റവും വലിയ മിസ്സായി പോയത്. പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ് തരും. മറ്റേ എന്തിനു പറയാ, ലൈഫ് ജാക്കറ്റ്. അത് നമ്മള് വെള്ളത്തിൽ എവിടെ ഇറങ്ങിയാലും നമ്മൾ പൊന്തി കിടക്കും. അത് നമുക്കൊരു പേടിയുണ്ട്. പിന്നെ നമുക്ക് വെള്ളം മുഖത്താവാതിരിക്കുള്ള ഒരു മാസ്ക് തരും. നമ്മൾ ആ സമയത്ത് കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മള് ഇതിന്റെ കൂടെ എന്തായിരുന്നാലും നമ്മുടെ സ്നോർക്കലിംഗിന്റെ വിഷ്വൽസ് ഇടുന്നുണ്ട്, അത് കാണണം. പക്ഷേ വീഡിയോ കാണാതെ നിങ്ങൾ എന്തായിരുന്നാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വെച്ച് സ്നോർക്കലിംഗ് അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗ് എന്തായിരുന്നാലും ചെയ്യണം. ഈ കടലിന്റെ അടിയിലെ കാഴ്ചകൾ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ നമുക്ക് എന്തോരം ഭംഗിയുള്ള മീനുകളെന്ന് പറയും. നമ്മള് കാണുന്ന പോലെ അല്ല. മറ്റേ അക്വേറിയത്തിലൊക്കെ നമ്മൾ ഭംഗിയുള്ള മീനുകൾ ഇട്ട് വെക്കില്ല, അതുപോലെ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുകയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ആ ഒറ്റ ഒരു 10-15 മിനിറ്റ് നമ്മൾ കണ്ടു കാണും അല്ലേ? 10-15 മിനിറ്റ് നമ്മൾ കിടന്നിട്ടാണ്. ആ 15 മിനിറ്റ് തന്നെ ഈ ട്രിപ്പ് വെറുത്തായി അല്ലേ? അപ്പൊ ഇപ്പൊ സാൻഡ് ബാങ്കിലാണ്. കടലിന്റെ ഒത്ത നടുക്കല്ല, കുറച്ച് ഇങ്ങടായിട്ട് എന്നാ കര എത്തിയിട്ടുമില്ല എന്നാ കടലും അല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുമ്പോ കുറച്ച് മണൽ ഇങ്ങനെ പൊന്തി നിൽക്കണ്ടാവും, കൂമ്പാരം പോലെ. അതാണ് സാൻഡ് ബാങ്ക്. നമ്മളെ കൊണ്ടുവന്ന ഗൈഡില്ലേ, നമുക്ക് സ്കൂബ ഒക്കെ എടുക്കാൻ വേണ്ടി താഴെ മൈക്കും കൊണ്ടൊക്കെ എടുത്തുന്ന ചേട്ടൻ, മൈക്കല്ല ക്യാമറ ഒക്കെ എടുത്തുന്ന ചേട്ടല്ലേ. ഒരു മിനിറ്റ്, ശരിയായോ? ആ ചേട്ടൻ തന്നതാണിത്. ഞങ്ങള് എല്ലാവർക്കും കൊടുത്തു. 1 2 3 4 5 5 പേർ 6 പേർ കൊടുത്തു. ഞങ്ങൾ എല്ലാവരും കപ്പിൾസ് മാത്രമേ ഉള്ളൂ കൂടെ. അപ്പൊ ചേട്ടൻ എനിക്കും തന്നു. ഞാനും വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഫോട്ടോ കണ്ടിട്ട് ചെയ്യാൻ പോണം. ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടും. മീൻസ് അവരെടുത്ത് തരും എല്ലാം. വേണോ എടുത്ത് തരണോ ചോദിക്കും. നമുക്ക് ഒരു പ്രശ്നമില്ല, അവരെല്ലാം എടുത്ത് തരും എവിടെ നിൽക്കുമ്പോഴായാലും. പിന്നെ നമ്മളിപ്പോ സ്നോർക്കലിംഗ് ചെയ്ത പറഞ്ഞില്ലേ, അതില് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കുറച്ച് പെയ്ഡ് ആയിരുന്നു. ഇച്ചിരി പൈസ കൊടുത്താൽ മതി. പക്ഷേ അത് വെർത്താണ്. എപ്പോ വേണമെങ്കിൽ ഇരുന്ന് കണ്ടുകൂടെ? നമ്മൾ ഒരിക്കൽ കണ്ട വിഷ്വലിനെ പിന്നെയും കാണും. പക്ഷെ അതൊരു അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് അത് എങ്ങനെ പറയണമെന്നും കൂടെ അറിഞ്ഞോടാ. അത്രയ്ക്കും പവിഴപ്പറ്റൊക്കെ ഇങ്ങനെ മുത്ത് ഇതിന്റെ ഉള്ളില് അങ്ങനെ എന്തൊരു ഭംഗി, എന്തൊരു സൗന്ദര്യം കാണാൻ. ഒരു പാറക്കെട്ട് പോലെ കിടക്കുന്നതിന്റെ അകത്ത് ഒരെണ്ണം വായിങ്ങനെ തുറക്കും അടയ്ക്കാൻ സാധനം കണ്ടു. പിന്നെ ഇങ്ങനെ ചെടി പോലെ ഇങ്ങനെ ആക്കുമ്പോ അത് അടയും. അങ്ങനത്തെ കൊറേ സാധനങ്ങളുണ്ട് ജീവനുള്ളത്. അതിന്റെ അടിയിലൊരു ലൈഫ്, വേറെ ഒരു മാജിക് കൊറേ ഉണ്ട്. പറഞ്ഞറിയിക്കാനുള്ളൊരു ഇതില്ല, ലിമിറ്റേഷൻ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി അവിടെ എത്തിയിട്ട് നമ്മള് നോക്കട്ടെ. കുളിച്ച് ഫ്രഷ് ആയി നമ്മള് വെള്ളത്തിലായോണ്ടേ മണല് മൊത്തമായിട്ട് കുളിച്ചു ഫ്രഷ് ആയി. ഒരു അംശം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ കുളിച്ചു ഫ്രഷ് ആയി റെഡിയായി. ഇപ്പൊ ഡിന്നർ കൊണ്ട് ഇക്ക വന്നു. നെയ്ച്ചോറ്, റൈസ്, ചിക്കൻ കറി. ചിക്കൻ ഫ്രൈ ആണോ മീന്, പിന്നെ നല്ല മീൻ അച്ചാറ്, ദ്വീപിലെ മീനച്ചാറ്. ഓ പൊളി. അപ്പൊ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗായ്സ്. അപ്പൊ ഈ വീഡിയോ ഫുഡോട് കൂടി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.